പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി HMC യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭ താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി HMC യോഗം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പുതിയ ഭരണസമിതിയുടെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ HMC യോഗമായിരുന്നു ഇത്. യോഗത്തിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ രാമകൃഷ്ണൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൃജുല, കൗൺസിലർ TP പ്രദീപ് കുമാർ എന്നിവരടക്കമുള്ളവർ പങ്കെടുത്തു. ആശുപത്രിയുടെ വരവ് ചെലവ് കണക്കുകൾ യോഗം അംഗീകരിച്ചു. കഴിഞ്ഞ യോഗത്തിന്റെ മിനിറ്റ്സ് അവലോകനം ചെയ്തതോടൊപ്പം കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം, ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായി NAB പ്രപ്പോസൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയും ചർച്ചയായി. ഹെൽത്ത്, UHID കാർഡ് വിതരണം, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നിയമനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിന്റെ പരിഗണനയിലെത്തി. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അസസ്മെന്റിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ആശുപത്രി പങ്കെടുത്തതിന്റെ അവലോകനം നടത്തി. നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായുള്ള 48 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ പുരോഗതി, തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ, STP ലോണ്ടറി യൂണിറ്റ് സ്ഥാപിക്കൽ, ഡെന്റൽ എക്സ്റേ സേവനങ്ങളുടെ നിരക്ക് പുതുക്കൽ, ആശുപത്രി ക്യാന്റീൻ നടത്തിപ്പിന് പുതിയ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു.